മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മഹാകവികളിലൊരാളാണ് കെ സച്ചിദാനന്ദൻ. കെ സച്ചിദാനന്ദനുമായി മലയാള മനോരമ പത്രം നടത്തിയ ഒരു അഭിമുഖത്തിൽ ചില പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങൾ സച്ചിദാനന്ദൻ പറഞ്ഞു. അതാണ് ഇപ്പോൾ പാർട്ടിയിലെ ബുദ്ധികൾക്കിടയിലും കുബുദ്ധിജീവികൾക്കിടയിലും ചർച്ചയായിരിക്കുന്നത്. അദ്ദേഹം രണ്ട് സാധാരണ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് തുടർ ഭരണം ഏത് പാർട്ടിക്കും അപകടകരമാണെന്നും മൂന്നാം ഊഴത്തിന് വേണ്ടി ഇവർ പ്രവർത്തിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സങ്കടമാണെന്നും, കാരണം അതോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തീരാൻ പോവുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വെസ്റ്റ് ബംഗാളിലും ത്രിപുരയിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇപ്പോഴില്ല. ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊടി, ചുവന്ന കൊടി കാണാനേ ഇല്ല. അവിടെ ചുവന്ന കൊടി കാണണമെങ്കിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ചെല്ലണമെന്നാണ് സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. അതായത് സായിപ്പ് പറഞ്ഞ ഒരു വാചകമാണ് അദ്ദേഹം ഉദ്ധരിച്ചത്. ഈ പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി. അധികാരം ദൂഷിപ്പിക്കും, പരമാധികാരം പരമായി ദൂഷിപ്പിക്കും. ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണങ്ങളെല്ലാം തകർന്നു പോയത് ഈ തുടർ ഭരണം കൊണ്ടാണെന്നും ഭരണത്തിലെ അഴിമതി കൊണ്ടാണെന്നും അദ്ദേഹം അക്കമിട്ട് നിരത്തി പറയുകയാണ്. അതാണ് അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശ്രീനാരായണ ഗുരുദേവൻ്റെ ദർശനങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, ഗുരുവിൻ്റെ ദർശനങ്ങളെ തകിടം മറിക്കുന്ന, അല്ലെങ്കിൽ ഗുരുവിനോട് നിന്ദ കാണിക്കുന്നവർക്ക് ഗുരുവിനേക്കാൾ പ്രാധാന്യം കൊടുത്തത് ഈ സർക്കാരിൻ്റെ അപജയമാണെന്ന് അദ്ദേഹം പറയുന്നു. അത് വളരെ ശരിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അപ്പോൾ ഈ സച്ചിദാനന്ദൻ സത്യം പറയും, പൊള്ളുന്ന സത്യങ്ങളാണ് പറയുന്നത്. അതാണ് പലപ്പോഴും സച്ചിദാനന്ദന് വിനയാകുന്നത്. എങ്കിലും അദ്ദേഹം പറഞ്ഞ സത്യങ്ങൾ ശരി തന്നെയല്ലേ? നമുക്കറിയാം, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബുദ്ധിജീവിയായിരുന്നു, അല്ലെങ്കിൽ സൈദ്ധാന്തികനായിരുന്നു പ്രൊഫസർ എം എൻ വിജയൻ. അദ്ദേഹം പറഞ്ഞ എന്താണ്? ഇക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഭരണം മുന്നോട്ട് പോയാൽ കേരളത്തിൽ നേതാക്കൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ, അനുയായികൾ ഉണ്ടാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞിട്ട് 10 വർഷമാകുകയാണ്. ഇത് യാഥാർത്ഥ്യമാകുകയാണ്. അതാണ് സച്ചിദാനന്ദൻ പറഞ്ഞത്. സച്ചിദാനന്ദൻ പറഞ്ഞ സത്യങ്ങൾ ഉൾക്കൊള്ളാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെന്നല്ല, ഈ LDFനും സാധ്യമല്ല എന്നുള്ള കാര്യത്തിൽ സത്യം മാത്രമേ ഉള്ളൂ.